ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. നാളെ മുതൽ ടെസ്റ്റുകൾ ബഹിഷ്കരിക്കാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംയുക്ത സംഘടനകളുടെ തീരുമാനം. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണു, അവധിക്കാലമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളടക്കം ലൈസൻസ് എടുക്കാനായി ഒരുപാട് പേർ ഈ ടെസ്റ്റുകളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ്. ഈ പ്രതിസന്ധി ഇനി ഒരു ചർച്ചയുടെ സാധ്യതയുണ്ടോ? ഗോകുൽ, നാളെ മുതലാണ് അതായത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ആരംഭിക്കാനിരിക്കുന്നത്. ഇതിനിടയിലാണ് പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂളുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം 60 പേർക്കായി ചുരുക്കി എന്നുള്ളത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതാണ്. അതിൽ 40 പേർ പുതിയ ആളുകളും 20 പേർ നേരത്തെ പരാജയപ്പെട്ട ആളുകളുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ടെസ്റ്റിന് കാത്തിരിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കും. ഒരു കാരണവുമില്ലാതെ ചില ആളുകളെ എല്ലാം പറഞ്ഞു വിടുന്നു. അതായത് ടെസ്റ്റിന് ഡേറ്റ് എടുത്ത ആളുകളെ പോലും അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ടെസ്റ്റ് റദ്ദാക്കി പുതിയ ഡേറ്റ് എടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞ് പറഞ്ഞുവിടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു പരസ്യ പ്രതിഷേധത്തിന് തയ്യാറാകുന്നത്. പലതവണ വിവിധ ജില്ലകളിലെ RTOമാരുമായി ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ ചർച്ച നടത്തിയെങ്കിലും ഒരു തരത്തിലും ഫലവും ഉണ്ടായില്ല. സംസ്ഥാന RTO അല്ലെങ്കിൽ സംസ്ഥാന കമ്മീഷണർ തീരുമാനമാണ്, മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനമാണ്. അതിൽ തങ്ങൾക്ക് ജില്ലാതലത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ജില്ലയ്ക്ക് മാത്രമായി അത്തരത്തിലൊരു ഏകപക്ഷീയമായ തീരുമാനം എടുക്കാനാവില്ല എന്നുള്ളതാണ് RTOമാരുടെ നിലപാട്. അതുകൊണ്ടാണ് ഈ പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. എത്രയും പെട്ടെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ മന്ത്രി ഉൾപ്പെടെ ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തീരുമാനം. അതിന്റെ ആദ്യ പടി എന്ന നിലയിലാണ് നാളെ ഈ സമരത്തിന് തുടക്കം കുറിക്കുന്നത്. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.